അതെ, പിൻട്രസ്റ്റിൽ നിന്ന് ഇൻട്രസ്റ്റോടെ എടുത്ത ഒരു എംബ്രോയ്ഡറി വീഡിയോ ആയിട്ടാട്ടോ ഇന്നും വന്നിരിക്കുന്നത്. എനിക്കുണ്ടല്ലോ ഒത്തിരി ഹെവി വർക്കിനെക്കാട്ടിലും ഇങ്ങനെയുള്ള സിമ്പിൾ ആൻഡ് ക്യൂട്ട് ഡിസൈൻസ് ആട്ടോ കൂടുതലും ഇഷ്ടം. ഇതിങ്ങനെ ചെയ്യുമ്പോൾ അതിന് വേറെ പ്രത്യേക ഭംഗിയല്ലേ, ഒത്തിരി ഹെവി വർക്കുകൾ ചെയ്ത് വെക്കുന്നതിനെക്കാട്ടിലും. അതായത് നമ്മൾ പറയത്തില്ലേ ഒത്തിരി കാടും പടലുമായിട്ട് തോന്നുന്നത് അതിനൊരു ഭംഗിയില്ല എന്ന് പറയുന്നതിനെക്കാട്ടിലും ഇത് കൊള്ളാം, ഇത് സിമ്പിൾ ആണല്ലോ എന്നുള്ളൊരു ഭംഗി, അതിന് വേറൊരു ഭംഗിയല്ലേ. എനിക്ക് എപ്പോഴും അങ്ങനെയുള്ള വർക്കുകളും അങ്ങനെയുള്ള ഡിസൈൻസും ആട്ടോ ഇഷ്ടം. അതുകൊണ്ടാട്ടോ ഞാൻ ഈ എടുത്തുകൊണ്ട് വരുന്ന വീഡിയോസൊക്കെ കൂടുതൽ ഈ സിമ്പിളാക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു വർക്ക് ഇഷ്ടപ്പെട്ടു, അപ്പോൾ അത് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ഹെവി വർക്കാണെങ്കിൽ നമ്മളൊന്ന് മടിക്കും ഇല്ലേ. ഇതെപ്പോൾ തീരാനാ, ഇതെങ്ങനെ ചെയ്യും എന്നുള്ളൊരു തോന്നലൊക്കെ നമുക്ക് വരത്തില്ലേ. പക്ഷേ സിമ്പിളായിട്ടുള്ള ഡിസൈൻസ് ആണെങ്കിൽ ഇത് വലിയ തരക്കേടില്ല, ഇത് നമുക്ക് ചെയ്ത് നോക്കാം എന്നൊരു തോന്നൽ വരത്തില്ലേ. അപ്പോൾ ചെയ്യാനും നമുക്കൊരു ഇൻട്രസ്റ്റ് വരും. ഇത് അവർ സിമ്പിളായിട്ടല്ലേ, ഈസി ആണല്ലോ, അധികം വലിയ പണികളൊന്നും ഇല്ലല്ലോ ഇതിനകത്തുനിന്നൊരു തോന്നൽ വരുമ്പോൾ അല്ലേ, നമുക്കത് ചെയ്യണം എന്നുള്ളൊരു അല്ലേ ചെയ്ത് നോക്കണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് നമുക്ക് എപ്പോഴും വരും. അതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെയുള്ള, അതായത് ഇനി അഥവാ ഞാൻ ചെയ്യുന്ന ഏതെങ്കിലും വീഡിയോസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരാൾക്കും കൂടി ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അന്ന് ചെയ്ത് നോക്കണം തോന്നുവാണെങ്കിലോ എന്ന് ഓർത്തിട്ടാട്ടോ ഇങ്ങനെയുള്ളത് കൊണ്ടുവരുന്നത്. പിന്നെ നമ്മളിപ്പോൾ ചെയ്യുന്ന ഈ വർക്കിനകത്ത് 2 തരം സ്റ്റിച്ചാട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് സാറ്റിൻ സ്റ്റിച്ചും ഒന്ന് സ്റ്റെം സ്റ്റിച്ചും കേട്ടോ. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് അതായത് നമ്മുടെ ചാനലിൽ ഓൾറെഡി ഞാൻ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ സ്റ്റിച്ചുകൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്, ബേസിക് ആയിട്ടുള്ള കുറച്ച് സ്റ്റിച്ചുകൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊന്ന് കയറി നോക്കിയാൽ മതിയേ. പിന്നെ പിൻട്രസ്റ്റിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, സ്റ്റെമ്മിന് പകരം അവർ ചെയിൻ സ്റ്റിച്ചോ ബാക്ക് സ്റ്റിച്ചോ എന്തോ കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്, ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ കോപ്പി അടിയാന്ന് പറഞ്ഞാലും മൊത്തത്തിൽ എങ്ങനെയാണ് അതേപടി പകർത്തുന്നതെന്ന് ഓർത്തിട്ട് ഞാൻ എൻ്റേതായ ഒരു ചേഞ്ച് കൊണ്ടുവന്നിരിക്കുന്ന കേട്ടോ ഇതിനകത്ത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് നമുക്ക് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതാ കേട്ടോ.